നമ്മൾ ചൊല്ലും സുബ്ഹാനല്ലാഹ്. മരിക്കുന്നതിന്റെ മുമ്പ് ഒരു തവണയെങ്കിലും റസൂലുള്ളാഹിന്റെ അടുത്ത് ചെല്ലാൻ പോയവർക്ക് നീ പോകാനുള്ള ഭാഗ്യം അല്ലാഹു തരട്ടെ. അതുകൊണ്ട് 3 ഫാത്തിഹ നമ്മൾ ഓതും, 3 സ്വലാത്ത് നമ്മൾ ചൊല്ലും. ഖാലിഖായ പടച്ച റബ്ബ് നമ്മൾ ഓതുന്നതും നമ്മൾ ചൊല്ലുന്നതും അല്ലാഹു സ്വീകരിക്കട്ടെ. ഇലാ ഹദറത്തുഹു നബിയനാ വ ഹബീബിനൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرته أبو ഇങ്ങോട്ട് നിൽക്കടോ മലയാളിയല്ലേ. وإلى حضرته أبو بكر الصديق عمر الفاروق عثمان وعلي رضي الله تعالى عنه. وإلى حضرته يمدة القرار. وإلى حضرته سعد بن معاذ. وإلى حضرته خالد بن وليد. وإلى حضرته ذو القرني. وإلى حضرته فاطمة الزهراء وخديجة الكبرى وعائشة الطهرى وأمهات المؤمنين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة الشيخ محي الدين عبد القادر الجيلاني قدس الله سره العزيز. يا صاحب البغداد كل ناصري يا مطلب الحاجات عبد القادري يا قادري يا شيخ محي الدين عبد القادري. وإلى حضرة السيد أحمد جلالة البخاري كاتب بابا. وإلى حضرة كانرمة فريد ولي الله. وإلى حضرة وارامة بابا. وإلى حضرة فاطمة بالفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. അല്ലാഹു സ്വീകരിക്കട്ടെ, വിഷമങ്ങളെല്ലാം അറ്റിത്തരട്ടെ. 3 സ്വലാത്ത് നമ്മൾ ചൊല്ലുകയാണ്. ഒന്നാമത്തെ സ്വലാത്ത് അല്ലാഹു ദുനിയാവിൽ നമുക്ക് തന്ന എല്ലാ വിഷമങ്ങളെല്ലാം മാറ്റിത്തരട്ടെ. രണ്ടാമത് ഒരുപാട് പേര് രോഗികളാണ്. ആർക്കാണ് ക്യാൻസർ എന്ന് പറയാൻ പറ്റൂല. അല്ലാഹുവേ, മരുന്ന് കുടിച്ചിട്ട് മാറാത്ത രോഗം ഞങ്ങൾക്ക് തരല്ല അല്ലാ. രണ്ടാമത്തെ സ്വലാത്ത് നമ്മൾക്ക് രോഗങ്ങൾ മാറാനാണ്. മൂന്നാമത്തെ സ്വലാത്ത് ദജ്ജാൽ പ്രവേശിക്കാത്ത, പ്ലേഗ് വരാത്ത, റഹ്മത്തിന്റെ മാലാഖമാരെ പറന്നിറങ്ങുന്ന ആ മദീന പച്ചക്കുപ്പ കാണാൻ, ജന്നത്തുൽ ബഖീ അല്ലാഹു നമുക്കൊരു 6 അടി മണ്ണ് നൽകാൻ, അതിനുവേണ്ടി മൂന്നാമതൊരു സ്വലാത്ത് ചൊല്ലും. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ അല്ലാ. ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ وغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله قدره مقداره العظيم. الحمد لله رب العالمين أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافي مزيدا.
اللهم ارسل وبلغ مثل ثواب ما قريناه وما صلينا وما سلمنا هدية واصلة ورحمة نازلة وبركة شاملة وقبولة ومرضية منا إلى حضرة سيدنا وشفيعنا وآخر أيدينا وثمرة فؤادنا مصطفى محمد صلى الله عليه وسلم. اللهم اعطه الوسيلة والفضيلة والدرجة الرفيعة وبعثه مقام محمود الذي وعدته وارزقنا شفاعته يوم القيامة إنك لا تخلف الميعاد. اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته وفي القلب محبته وفي المنام رؤيته ولا تحرمنا رؤيته وحوردنا حول المورود. أرحم الراحمين ربي ഞങ്ങളെ ചൊല്ലിയ സ്വലാത്തുൽ ഫാത്തിഹ സ്വീകരിക്കണമല്ലാ. ഞങ്ങളെ ചൊല്ലിയ സ്വലാത്തുൽ ഫാത്തിഹ 4600 കിലോമീറ്റർക്കപ്പുറത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ഞങ്ങളെ ചങ്കിലെ ചോരയായ കരളിന്റെ കൃഷ്ണമായ ഹബീബായ മുത്തുനബിയുടെ റൗള ശരീഫിലേക്ക് എത്തിച്ചു കൊടുക്കണമല്ലാ. അല്ലാഹുവേ നൂറേ ഹബീബിന്റെ മുച്ചുമണികളാണല്ലോ. ഇവിടെ വന്നവർക്ക് ശിഫ നൽകണേ അല്ലാ. ഇവിടെ വന്നവരെല്ലാവരുടെ സങ്കടങ്ങളും മാറ്റി കൊടുക്കണമല്ലാ. അല്ലാഹുവേ പ്രയാസങ്ങൾ തരല്ല റബ്ബേ, സങ്കടങ്ങൾ തരല്ല റബ്ബേ. സങ്കടങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഒരുപാട് വിലപ്പെട്ട സമയം ഞങ്ങളെ വീടിന്റെ മുറ്റത്ത് ചെലവഴിക്കുന്നത്. എല്ലാവരും സങ്കടങ്ങളും മാറ്റി കൊടുക്കണമല്ലാ. അല്ലാഹുവേ മക്കളില്ലാത്ത ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ അവർക്ക് സ്വാലിഹായ മക്കളെ കൊടുക്കണമല്ലാ. വീടില്ലാത്ത ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ അവർക്കൊരു വീട് വെക്കാനുള്ള സമ്പത്ത് നൽകണമല്ലാ. അല്ലാഹുവേ വീടിന്റെ പണി പൂർത്തിയാവാത്ത ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ അവിടെ വീടിന്റെ പണി നീ പൂർത്തിയാക്കാനുള്ള സമ്പത്ത് നൽകണമല്ലാ. ഒരുപാട് പേര് യൂട്യൂബിലൂടെ ഈ മജ്‌ലിസ് കാണുന്നുണ്ട്. അവരെ വിഷമങ്ങളും മാറ്റിക്കൊടുക്കണമല്ലാ. അല്ലാഹുവേ ഒരുപാട് പേര് കടങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ട്. അല്ലാഹുവേ ഞങ്ങളെ കടങ്ങൾ വിട്ടാനുള്ള സമ്പത്ത് നൽകണമല്ലാ. അല്ലാഹുവേ ഒരു ചെറുപ്പക്കാരന്റെ അടുത്ത് വന്ന് പൊട്ടി പൊട്ടി കരഞ്ഞിട്ട് പറയാ എന്റെ അവസ്ഥ ഒരാൾക്ക് വരാതിരിക്കാൻ തങ്ങൾ ദ്വാരക്കും. ഒരുപാട് പേർക്ക് പൈസ കടം കൊടുക്കാണ്ട് വീട്ടിലേക്ക് കടക്കാതെ വരുമ്പോ ഒരുപാട് അവധി ഞാൻ പറയും. ഒരാള് പറയാത്ര പൈസ തരാൻ പറ്റൂല എന്റെ പെണ്ണുങ്ങളെ വിട്ടുകൊണ്ട്. അവേ അവസ്ഥ വരുത്തല്ല റബ്ബേ. ഇസ്സത്ത് പണയം വെക്കേണ്ട ഒരു അവസ്ഥ നീ വരുത്തല്ല തമ്പുരാന്. അല്ലാഹുവേ എല്ലാവർക്കും നല്ല ഖൽബ് നൽകണേ അല്ലാ. കടക്കാരനായി ഞങ്ങളെ മരിപ്പിക്കല്ല റബ്ബേ. ഒരുപാട് പേര് ആധാരങ്ങള് ബാങ്കിലാണ്, സ്വർണ്ണാഭരണങ്ങള് ബാങ്കിലാണ്. അത് എടുക്കാൻ ഒരു വഴി ഞങ്ങൾക്ക് കാണിച്ചു കൊണ്ടല്ല. അല്ലാഹു ഒരുപാട് പേര് പ്രവാസികളാണ്. അല്ലാ പ്രവാസിയുടെ പ്രയാസങ്ങളെ മാറ്റി കൊടുക്കണല്ലോ. പ്രവാസിയുടെ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണല്ലോ. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാ. എന്നും വിഷമങ്ങൾ മാത്രമാണ് പ്രവാസികൾക്ക്. അവരെ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണല്ലോ. വിസ ഇല്ലാത്തവർക്ക് വിസ നൽകണല്ലോ. അക്കാമില്ലാത്തവർക്ക് അക്കാമ നൽകണേ അല്ലാ. വിസിറ്റ് വിസയിൽ വന്നവർക്ക് വിസയും ജോലിയും നൽകണേ അല്ലാ. ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി ശ്രമിക്കുന്നവരുണ്ട്, കരസ്ഥമാക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ പ്രവാസികൾക്ക് സന്തോഷം നൽകണേ അല്ലാ. എന്നും വിഷമങ്ങൾ മാത്രമാണ് അവർക്കല്ല. ഒരു ഉമ്മ എന്നെ വിളിച്ചിട്ട് പറയാണ്, തങ്ങളെ എന്റെ മകൾക്ക് വന്നൊരവസ്ഥ ഒരാൾക്കും വരാൻ പാടില്ല. അതിന് പ്രവാസികൾക്ക് നിങ്ങൾ ദ്വാരിക്കണേ അല്ലാ. ഒരു ഉമ്മ വിളിച്ചിട്ട് പറയാണ്, എന്റെ പൊന്നു മകളെ കല്യാണം കഴിഞ്ഞു, 2 മാസം നാട്ടിൽ നിന്നു. എന്റെ മകളെ കല്യാണം കഴിഞ്ഞ് 2 മാസം എന്റെ മരുമകന് നാട്ടിൽ നിന്നു. ആ ജീവിതത്തിന്റെ എന്റെ പൊന്നു മോള് ഗർഭിണിയായി. ഉടനെ തന്നെ അവന് മരുമകന്റെ ഭർത്താവിനെ വിളിച്ചിട്ട് പറഞ്ഞു, കാക്ക ഞാൻ ഗർഭിണിയാണെന്ന് പറഞ്ഞപ്പോ മരുമകൻ ഭർത്താവിന് എത്രയും പെട്ടെന്ന് നാട്ടിലെത്തണം. ഭാര്യനോട് പറഞ്ഞു, ഞാൻ വരികയാണ്. സുബ്ഹാനല്ലാഹ്. ഉമ്മ പറഞ്ഞു, മോനെ കടങ്ങൾ വിടാതെ അമ്മാന്റെ കുട്ടി വരണ്ട, അമ്മാന്റെ കുട്ടി കടങ്ങൾ വിടാതെ വരണ്ടെന്ന് പറഞ്ഞു. 24 മണിക്കൂറും പണിക്ക് പോകാതെ തന്റെ ഭാര്യക്ക് സഹധർമ്മിണിക്ക് ഫോണാണ്. കാരണം അവന്റെ കുഞ്ഞാണ് ഗർഭം ചുമന്നിരിക്കുന്നത്. 7 മാസങ്ങൾ കഴിഞ്ഞു, 8 മാസം കഴിഞ്ഞു, 9 മാസം കഴിഞ്ഞു പ്രസവിച്ചു. ഉമ്മാനെ വിളിച്ചിട്ട് പറഞ്ഞു, ഉമ്മ
എന്റെ പൊന്നുമോനെ കാണണം, എനിക്കതുകൊണ്ട് നാട്ടിലേക്ക് വരികയാണ്. ഉമ്മ പറഞ്ഞു കടങ്ങൾ തീരട്ടെ. സുബ്ഹാനല്ലാഹ്, 24 മണിക്കൂർ പണിക്ക് പോകാതെ ആ പൊന്നുമോനെ കാണാൻ വേണ്ടി ഇങ്ങനെ ഫോൺ വിളിക്കും. ഇങ്ങനെ നാട്ടിലേക്ക് വരാൻ ടിക്കറ്റ് എടുത്തു, കുട്ടികളുടെ സാധനങ്ങളൊക്കെ വാങ്ങി പെട്ടിയിലാക്കി നാട്ടിലേക്ക് വരുന്നതിന്റെ തലേ ദിവസം ഉറക്കത്തിൽ അറ്റാക്ക് വന്ന് മരിച്ചു. ആ പൊന്നുമോന്റെ ജനാസയാണ് കൊണ്ടുവന്നത്. അങ്ങനത്തെ ഒരവസ്ഥ പ്രവാസികൾക്ക് കൊടുക്കല്ല റബ്ബേ. ഞങ്ങളെ മക്കളെ കാക്കണല്ലാ, ഞങ്ങളെ ഭർത്താക്കന്മാരെ കാക്കണല്ലാ, ഞങ്ങളെ മരുമക്കളെ കാക്കണല്ലാ, ഞങ്ങളെ പേരമക്കളെ കാക്കണല്ലാ. ഒരു വിഷമവും ഞങ്ങൾക്ക് തരല്ല റബ്ബേ. അല്ലാഹുവേ, ദുനിയാവിൽ ഞങ്ങൾക്ക് പരീക്ഷണങ്ങളെ തരല്ല റബ്ബേ. ഞങ്ങളെ മക്കളെ നന്നാക്കണല്ലാ, ഞങ്ങളെ ഭർത്താക്കന്മാരെ നന്നാക്കണല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ പേരമക്കളെ നന്നാക്കണല്ലാ, ഞങ്ങളെ മരുമക്കളെ നന്നാക്കണല്ലാ. അവരെ കള്ളിനും കഞ്ചാവിനും മയക്കുമരുന്നിനും പെണ്ണിനും ഫോണിനും അടിമകളാക്കല്ല റബ്ബേ. സന്തോഷം നൽകണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ. സിഹറുകാരന്റെ സിഹറിൽ നിന്ന് കാക്ക റബ്ബേ, കണ്ണേറുകാരന്റെ കണ്ണേറിൽ നിന്ന് കാക്ക റബ്ബേ. ഇവിടെ വന്നവർക്ക് ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ, രോഗം തന്ന് പരീക്ഷിക്കല്ല റബ്ബേ, രോഗം തന്ന് പരീക്ഷിക്കല്ല റബ്ബേ. അല്ലാഹുവേ, ക്യാൻസർ തരല്ല റബ്ബേ, പ്ലേഗ് തരല്ല റബ്ബേ, എയ്ഡ്സ് തരല്ല റബ്ബേ. അല്ലാഹുവേ, മരുന്ന് കുടിച്ചിട്ട് മാറാത്ത രോഗം ഞങ്ങൾക്ക് ഒരാൾക്കും നീ തരല്ല റബ്ബേ. നൂറെ ഹബീബിന്റെ മുത്തുമണികൾക്ക് സന്തോഷം നൽകണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ. ഒരുപാട് എത്തീമക്കളെ നോക്കുന്നവരാണ് തമ്പുരാന്, ഞങ്ങൾക്ക് റസൂലുള്ളാഹിന്റെ തണൽ നൽകണേ അല്ലാ. ഒരുപാട് പള്ളി നിർമ്മിച്ചവരാണ് റബ്ബേ, ഞങ്ങൾക്ക് ഖൈർ നൽകണേ അല്ലാ. സിഹറുകാരന്റെ സിഹറിൽ നിന്ന് കാക്കണല്ലാ, കണ്ണേറുകാരന്റെ കണ്ണേറിൽ നിന്ന് കാക്കണല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു ഖബൂലാക്കട്ടെ, വിഷമങ്ങളെല്ലാം മാറ്റി തരട്ടെ, ഇരുത്തമല്ല വെറുതെയാക്കാതെക്കട്ടെ. ഒരുപാട് സങ്കടത്തോടെ വന്നവരാണ്, തിരിച്ച് വീട്ടിലെത്തുമ്പോഴത്തേക്കല്ല സന്തോഷ വാർത്ത അറിയിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഫദൽ പറയാൻ വന്നോലും